ആരെങ്കിലും ഒരാൾ ആ നടിക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ച് കേട്ടോ? ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ? പിന്നെ എന്താണ് ഇങ്ങനെ ഒരു സംഘടന ഉദ്ദേശശുദ്ധി എന്നാണ് പെട്ടെന്ന് വന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇവരെല്ലാം അന്ന് അല്ല അത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണെന്ന് എല്ലാവരും പറഞ്ഞ കാര്യമാണ്. കൂട്ടായ്മ സംഘടിപ്പിച്ചതാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ. കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന കൂട്ടായ്മ അതൊരു പൊള്ളത്തരമാണെന്നുണ്ടായി എല്ലാവർക്കും അറിയായിരുന്നു മഞ്ജുഷ്. അത് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഒരു ജയഗീത തീർന്നിട്ടില്ല. ഇപ്പൊ ഈ WCCയിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് പോലും, ഇപ്പൊ ഈ WCCയുടെ ഭാഗമായി നിൽക്കുന്ന പെൺകുട്ടികൾ പോലും സിനിമയിൽ നിന്ന് പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താ? അവരെ പോലും പുറത്താക്കുന്നത് ഇവിടുത്തെ ഈ സൂപ്പർ സ്റ്റാർ അടങ്ങിയ ഒരു ഗ്രൂപ്പാണ്, വേറെ ആരുമല്ല. അതിന് ഒത്താശ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ വീണ്ടും കുറച്ച് പെൺകുട്ടികളെ ഒരു രീതിയിലേക്ക് ഒരു സംഘടന എന്നുള്ള നിലയിൽ തള്ളിക്കൊണ്ടുവരിക. എന്തിനാ? അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. അതിനൊരു നേതാവും ഉണ്ട്. ആര്? ഭാഗ്യലക്ഷ്മിയുടെ നേതാവ്. പണ്ട് പോലെ നേതാവാനും ചമഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഭാഗ്യലക്ഷ്മി. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി മഹത്വം എന്നൂടെ പറയുകയല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് MR ജയഗീത ഒരു കാര്യം ആലോചിക്കണം. ഇന്ന് ഭാഗ്യലക്ഷ്മി നടത്തിയ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഇന്ന് പിന്നെ ചാനലിൽ കൊടുത്ത അവരുടെ ബൈറ്റ് ഒന്ന് കേട്ട് നോക്കിയിട്ട് താങ്കൾ സംസാരിക്കാൻ നന്നായിരിക്കും. കാരണം അവരെ നിങ്ങൾ നേതാവായിട്ട് തിരഞ്ഞെടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുന്നത്? ഇന്ന് രാവിലെ പത്രങ്ങൾ ഉൾപ്പെടെ അവരുടെ ഫോട്ടോ വെച്ച് ന്യൂസ് വന്നത്. ശ്രീമതി MR ജയഗീത, ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നാൽ എന്നെ എന്താണ് വലിച്ചു കീറി പരിശോധിക്കാനാണ് ഇവിടെ ബൈജു സാർ ഇരിക്കുന്നതെന്ന് ഞാൻ തോന്നുകയാണ് എനിക്ക്. ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിൽ MR ജയഗീത ഇല്ലായിരുന്നോ എന്ന ചോദ്യത്തിന് ഞാൻ ആദ്യം മറുപടി പറയാം. MR ജയഗീത കേരളത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും തന്നെയാണ് പോകുന്നത്. അത് നടി ആക്രമിക്കപ്പെട്ട കേസിലാകട്ടെ, ഇന്നലെ നടന്ന സനൂഷയുടെ കേസിലാകട്ടെ, നിരത്തിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ടാണ് MR ജയഗീത പ്രവർത്തിക്കുന്നത്. അല്ലാതെ അകത്തിരുന്ന് AC റൂമിലിരുന്ന് ഫേസ്ബുക്കിൽ മാത്രം വിപ്ലവം നടത്തിക്കൊണ്ടല്ല. അതൊന്ന്. പിന്നെ ഞാൻ നേരിട്ടും കേസുകൾ നടത്തുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ, എനിക്കെതിരെ നടന്ന അതിക്രമത്തിൽ പോലും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ എനിക്കിപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞതിൻ്റെ മറുപടി പറയാനായിട്ടല്ല ഞാൻ മാതൃഭൂമിയുടെ ഓഫീസിൽ ചാനലിൽ വന്നിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി എന്നത് അവർ വ്യക്തിപരമായി FEFCAയിൽ വർഷങ്ങളായി അംഗമാണ്. അവർ ജനറൽ കൗൺസിൽ അംഗമാണ്. അവരുടെ ക്രെഡിബിലിറ്റി ഞാൻ ചോദ്യം ചെയ്യുന്ന ആളല്ല. ഞാനിപ്പോൾ റീസെൻ്റായിട്ടാണെങ്കിലും എനിക്ക് ഇടപെടാൻ കഴിയുന്ന ഒരിടം എന്ന രീതിയിൽ റൈറ്റേഴ്സ് യൂണിയനിൽ നിന്നും ഞാൻ ഈ വനിതാ കൂട്ടായ്മയിൽ വരികയും ഞാൻ നിലകൊള്ളുന്ന ശ്രീമതി MR ജയഗീത. പക്ഷേ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ബൈജു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇതെല്ലാം പൊതുസമൂഹം കേൾക്കുന്നതാണ്. ഈ WCCയിലെ ആളുകൾക്ക് പോലും അവസരങ്ങൾ കിട്ടാതെ വരുന്നു, വീട്ടിലിരിക്കേണ്ട ഗതികേട് വരുന്നു. ഇതിന് കാരണക്കാർ ആരാണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും നിങ്ങൾ അഡ്രസ് ചെയ്യുമോ എന്നാണ്. അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നവരുടെ കൂടെ നിങ്ങളുണ്ടല്ലോ, നിങ്ങളാണല്ലോ എന്നാണ് താങ്കളുടെ ബോധ്യം. ശരിയാണ്, താങ്കൾ ഇതിനെതിരെയെല്ലാം WCC കാര്യമൊക്കെ ഒന്നിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെയാണോ എന്നാണ്. പ്രിയപ്പെട്ട മഞ്ജുഷ്, ഒരു കാര്യം വ്യക്തമാക്കണം, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഇത്, മറ്റൊന്നുമല്ല. മറ്റുള്ളവർ എങ്ങനെയായാലും ഞാനൊരു സംഘടനയിലേക്ക് പോകുന്നത് എൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ്. ഞാൻ അവിടെ ഇടപെടുന്നത് ഒരുപക്ഷെ 10 പേർ ചേരുമ്പോൾ 5 പേർക്ക് മറ്റ് സ്വഭാവങ്ങൾ ഉണ്ടായേക്കാം. അതിന് ഞാൻ ഉത്തരവാദിയല്ല, അതെൻ്റെ കാര്യവുമല്ല. പക്ഷെ പൊതു സ്വഭാവം, സംഘടന ഇന്നലെ ചർച്ച ചെയ്ത പൊതുവായൊരു കാഴ്ചപ്പാട്, ഇത്തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തപ്പെടുകയും ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന പ്രശ്നം തന്നെയാണ് ഇന്നലെ അവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ WCCയിൽ ഉള്ള അംഗങ്ങളാകട്ടെ, FEFCAയിലെ ഇന്നലെ വന്ന വനിതാ കൂട്ടായ്മയിൽ വന്നവരാകട്ടെ, ആരോ ആയിക്കൊള്ളട്ടെ, തുറന്നു പറയുന്ന സ്ത്രീകളെ ഒറ്റപ്പെടുത്തുകയും അവരെ പ്രതികളാക്കുകയും അവർ എടുക്കുന്ന ഇടങ്ങളിൽ നിന്നവരെ ഒഴിവാക്കുകയും ചെയ്യുന്നതിനെതിരെ പ്രവർത്തിക്കാനാണ് ഇന്നലെ ഉണ്ടായ കളിപ്പാവയായി നിൽക്കാനുള്ളതല്ല. താങ്കൾ പറഞ്ഞ കാര്യമാണ് ശരി, താങ്കളുടെ ബോധ്യം അത് തന്നെയാണ്. അവരുടെ ബോധ്യം ഈ MR ജയഗീത, ശ്രീമതി MR ജയഗീതയുടെ ബോധ്യം അവരെ രക്ഷിക്കും. അല്ല, ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. മാഡത്തിന് അവരുടെ പരിമിതമായ അറിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കാം ഈ ഇഷ്യൂസിനെ കാണുന്നത്. കാരണം പറഞ്ഞല്ലോ 6 വർഷമായതേ ഉള്ളൂ ഈ സംഘടനയിലേക്ക് വന്നത്. പക്ഷേ ഈ സത്യം അതല്ലല്ലോ. സത്യം അതിനപ്പുറത്തായിട്ട് കിടക്കുന്നത് വലിയൊരു നമ്മളെ ബോധ്യപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. കാരണം ഇതൊരു സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് റാക്കറ്റുകളുണ്ട്, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് സ്ഥാപിത താല്പര്യക്കാരുണ്ട്. ആ സ്ഥാപിത താല്പര്യത്തിനപ്പുറത്തേക്ക് സിനിമയ്ക്കകത്ത് ഒരു സംഘടനയും വളരാൻ, ഒരു വ്യക്തിയെയും വളരാൻ
പലപ്പോഴും അനുവദിച്ചിട്ടില്ല, അനുവദിക്കാറുമില്ല. അത് തന്നെ നമ്മുടെ മുന്നിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഫെഡറേഷൻ ഒറ്റ രാത്രി കൊണ്ടാണ് ഫെഫ്കയായി മാറിയത്. അവശേഷിച്ചത് ബൈജു കൊട്ടാരക്കരയും വിനയനെ പോലെയുള്ള ഏതാനും ചിലർ മാത്രമാണ്. അതേക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ അറിയുന്നത് നിഷാദിനും ബൈജുവിനും. കാരണം ഇതൊരു സത്യമാണ്, നമ്മൾ ആ സത്യം കാണാതിരുന്നിട്ട് കാര്യമില്ല. ഇത് വലിയ പണം മുടക്കുന്ന, ഒരുപാട് സ്ഥാപിത താല്പര്യമുള്ള, ഒരുപാട് പേര് ജോലി ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് സ്ഥാപിത താല്പര്യം, അത് നമ്മൾ കണ്ടതാണ്. ഈ അടുത്ത കാലത്ത് വന്ന ആ കേസിനോട് അനുബന്ധിച്ച് നമ്മൾ കണ്ടതാണ്. എവിടെയൊക്കെ ആരൊക്കെ എവിടെ നിൽക്കുന്നു, ഏതൊക്കെയായിരുന്നു, എന്തായിരുന്നു നിലപാട്. എക്സെപ്ഷണൽ കേസുകളാണ് നിഷാദും ബൈജുവും ഒക്കെ. അങ്ങനെ ധൈര്യത്തോടുകൂടി പുറത്തു വന്ന് പറയാൻ, ഇതിനെതിരെ പറയാൻ ധൈര്യം കാണിച്ച 1-2 പേരിൽ ചിലരൊക്കെ ഇവരൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ പോലും സർവൈവലിനെ പോലും ബാധിക്കാറുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യം, നമ്മളത് കാണാതിരുന്ന കാര്യം. ഈ ഇൻഡസ്ട്രിക്കകത്ത് എത്ര പേർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും, സ്വതന്ത്രമായ അഭിപ്രായം എത്ര പേർക്ക് പറയാൻ പറ്റും. ഇന്ന് എന്നോട് എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫിലിം ഡയറക്ടർ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ, ഇത് സവർണ അവർണ മേധാവിത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതിനകത്ത് നടക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. പണമുള്ളവരും പണമില്ലാത്തവരും, ജോലിയുള്ളവരും ജോലിയില്ലാത്തവരും തമ്മിൽ ഈ ഡിവിഷൻ വളരെ കൂടുതലാണ്. കാരണം ഇത് ഒരു ഗ്ലാമറിൻ്റെ ഇൻഡസ്ട്രിയാണ്. ഈ ഗ്ലാമറിൻ്റെ ഇൻഡസ്ട്രിക്കകത്ത് ഇത് ഇനി ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല, അങ്ങനെ ഒറ്റയടിക്ക് മാറുന്നതുമല്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടേ നമ്മൾ ഇതിനകത്ത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇടവേള വേണം, അതുകൊണ്ടാണ്. ശ്രീ എം എ നിഷാദ്, മാക്ട ഫെഡറേഷന് സംഭവിച്ചത് തന്നെ WCCക്കും സംഭവിക്കാൻ പോവുകയാണോ? ഒറ്റ രാത്രി കൊണ്ടാണ് മാക്ട ഫെഡറേഷൻ തിരിഞ്ഞ് ഫെഫ്കയായി മാറിയത്. അവശേഷിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിനയനെയും ബൈജു കൊട്ടാരക്കരയും പോലെയുള്ള ഏതാനും ചിലർ മാത്രമാണ്. ഈ WCC ഇനി ഇല്ലാതാവുകയാണോ ഇപ്പോൾ ഈ പുതിയ സംഘടനയുടെ ഉദയത്തോടെ? അങ്ങനെയും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ല, ഇതിപ്പോൾ WCCയുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണോ, പുതിയ സംഘടന എത്രമാത്രം മുന്നോട്ട് പോകുമോ എന്നുള്ളതല്ല ചർച്ചാ വിഷയം. ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടുന്ന, സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മലയാള സിനിമയിലുണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സംഘടന അവർ രൂപീകരിച്ചു. WCCയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. WCC ആദ്യം രൂപീകരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് 3-4 പേരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് മാത്രം അത് ഒതുങ്ങുകയും വളരെ ഫ്ലിംസി ആയിട്ടും ബാലിശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിനും വിശിഷ്യ സിനിമാ മേഖലയിലുള്ളവർക്കും അവരോടൊരു അപകർഷം തോന്നിയെന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പം അവരടുത്ത് ഒരു അകലം പാലിക്കാൻ ഒരു ഭൂരിപക്ഷം വരുന്ന പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ മലയാള സിനിമയിലുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 18 പേരല്ല, 100-300 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേര് നടിമാരാണെങ്കിലും മറ്റ് സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായിട്ടാണെങ്കിലും ഉണ്ട്. ബൈജു നേരത്തെ സൂചിപ്പിച്ച പോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ ഒരു നിര തന്നെയുണ്ട്. അപ്പോൾ അവരാരും WCC എന്ന് പറയുന്ന അതിൻ്റെ സംഘടനയിലിരിക്കുന്നവർ അവർക്ക് അപ്രാപ്യമാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം പുതിയൊരു സംഘടന ഫെഫ്ക തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഫെഫ്കയുടെ ടെക്നീഷ്യൻസ് എല്ലാവരും കൂടി ഫെഫ്കയുടെ കീഴിലുള്ള ആ വനിതാ കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇത് അമ്മയ്ക്കും മാതൃകാപരമായി ചെയ്യാവുന്നതാണ്. അതായത് ലളിത ചേച്ചിയെ പോലെയുള്ള സീനിയറായിട്ടുള്ള ഇത്രയും അനുഭവ പരിജ്ഞാനമുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ലളിത ചേച്ചിയെ പോലെയുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അവരുടെ കീഴിലും അമ്മ ഇതുപോലെ ഒരു വനിതാ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ശ്രീ ഇന്നസെൻറ്റിനെ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് മുന്നോട്ട് കടന്നു വരികയും ആ വനിതകളുടെ വിഷയം നേരിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് അമ്മയിലും അവർക്കൊരു സാന്നിധ്യം, അല്ലെങ്കിൽ അവർക്ക് സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ അവരെ ഇതുപോലെ തന്നെ ഫെഫ്ക ചെയ്ത പോലെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അമ്മയും ബാധ്യസ്ഥരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ സംഘടനകളുണ്ടാവുകയും സംഘടനകൾക്ക് കൂടുതൽ പ്രാപ്യമായ രീതിയിലുള്ള നിര വരികയും അല്ലെങ്കിൽ ആളുകളുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ചില സംഘടനകൾക്ക് പ്രസക്തി ഉണ്ടാവാതിരിക്കുന്നത് അത് ക്വൈറ്റ് നാച്ചുറൽ, നമുക്കാർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ, അല്ലെങ്കിൽ ആരും പർപ്പസ്ഫുള്ളി WCCയെ ഒതുക്കാനോ അങ്ങനെയൊന്നും ആരും ഇവിടെ ശ്രമിച്ചിട്ടില്ല. അവർ സ്വയം ഒതുങ്ങിപ്പോകുന്നു, അവർ ഫേസ്ബുക്കിൽ മാത്രമായിട്ട് നിലനിൽക്കുന്നു. അതാണ് ഇപ്പോൾ ശ്രീ റോയ് മാത്യു ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചത്.
ശ്രീ ബൈജു കൊട്ടാരക്കര, ഇതാണ് വാസ്തവം. ഈ വാസ്തവം കാണാതിരുന്നു കൂടാ. നിഷാദ് ആദ്യം പിന്തുണച്ചതാണ് ഈ WCCയുടെ വരവിനെ. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ദിലീപിനെ പിടിച്ച് അകത്തിട്ടതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന മട്ടാണ്. ഏത് വിഷയത്തിൽ അവർക്ക് ഇടപെടാൻ കഴിഞ്ഞു? ഈ പൊരിച്ച മീനിന്റെ കഥ പറഞ്ഞിരിക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് അവർക്ക് കഴിഞ്ഞത്? താങ്കളെ പോലുള്ള ഏതാനും പേർ മാത്രമാണ് ഇപ്പോൾ ഈ WCCക്ക് പിന്തുണയുമായി സിനിമാ ലോകത്ത് നിൽക്കുന്നത്. മഞ്ജുഷ, ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം തന്നെ പറയണേ മഞ്ജുഷ. ഈ മാക്ട രണ്ടായ കാര്യം മഞ്ജുഷ പറഞ്ഞിരുന്നു. ശരിയാണ്, മാക്ട ഫെഡറേഷൻ ഒരു പരിപൂർണമായും തൊഴിലാളി സംഘടനയാണ്. ഈ മാക്ട ഫെഡറേഷനിൽ ഈ വിനയനും ഞാനും കൂടെ ഒരുപാട് ആളുകളുണ്ട്. ജോസ് തോമസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഫെഫ്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. 3000-ലധികം തൊഴിലാളികൾ അടങ്ങുന്ന തൊഴിലാളികളുടെ സംഘടനയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഏതാണ്ട് 1000-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകൾ മാത്രമുള്ള അവരൊരു സംഘടനയുണ്ട്. 20 യൂണിയനുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മാക്ട ഫെഡറേഷൻ ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയാമോ? ഈ പിന്നെ ബലാത്സംഗ കൊട്ടേഷൻകാരും ഒന്നും ഞങ്ങളുടെ മെമ്പർഷിപ്പിലില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ ഇന്ന് ബലാത്സംഗം നടത്തിയിട്ട് അതിന് ജയിലിൽ കഴിഞ്ഞ ആളുകളുടെ പേരിൽ ഇന്നും ഫെഫ്കയിൽ മെമ്പർഷിപ്പുണ്ട്. വിചാരണ നേരിടുന്നവരുണ്ട്. ഇവരുടെ ആരുടെയെങ്കിലും പേരിൽ ഒരാളുടെ പേരിലെങ്കിലും ഒരു നടപടി എടുക്കാൻ MR ജയഗീതയെ പോലെയുള്ള അല്ലെങ്കിൽ നിഷാദിനെ പോലുള്ള ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ, ആ സംഘടന അത് അനുസരിച്ചിരുന്നെങ്കിൽ ഈ വാക്കുകൾ ഞങ്ങളുടെ വായിൽ നിന്ന് വീഴത്തില്ലായിരുന്നു. എന്തുകൊണ്ട് ഈ പറയുന്ന ഈ കൊള്ളക്കാരെ വെച്ചുകൊണ്ട് വീണ്ടും ഈ സംഘടന മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ഓരോ ഗൂഢാലോചന ഉണ്ടാക്കി വേറൊരു കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം. യാതൊരു മാറ്റവും. അല്ലെങ്കിൽ മഞ്ജുഷെ, കാലം കഴിയും തോറും നമുക്ക് കാത്തിരുന്ന് കാണാം. ദിലീപിന്റെ കേസ് കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ WCC ഒരു നടിയുടെ ഭാഗത്ത് വരികയാണെങ്കിൽ മറുഭാഗത്ത് ഒരു സംഘടനയെ കാണിച്ച് പ്രതിരോധിക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ടാണ് ഇവർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അല്ലെ നിഷാദ് വിചാരിക്കും വിശ്വസിച്ച് എത്ര നാൾ കൂടെ നിൽക്കുമെന്ന്? ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് WCC മറ്റുള്ളവർ കാണുന്നത്. ഒപ്പമെത്താൻ ആളുകളില്ലല്ലോ. മഞ്ജുഷ, എല്ലാവർക്കും നിലനിൽപ്പ് ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ശ്രീ റോയി മാത്യു പറഞ്ഞതുപോലെ നിലനിൽപ്പിന്റെ പ്രശ്നം വലുതാണ്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ എന്തെങ്കിലും പോടാവില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. പക്ഷേ അതല്ല, ഈ സിനിമ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ വിരട്ടി ഈ ചട്ടക്കൂടിനകത്ത് പിടിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ഈ WCCയിലെ പല പെൺകുട്ടികൾക്കും ഇന്ന് കിട്ടുന്നത്. എത്ര സിനിമ അവരെ മാറി? അല്ലെങ്കിൽ ആഷിക കപൂറിനെ വിളിച്ചു ചോദിച്ചു നോക്കൂ. പിന്നെ റീമയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ആഷിക കപൂറിനോട് ചോദിച്ചു നോക്കൂ. അൻവർ റഷീദിനോട് ചോദിച്ചു നോക്കൂ. എത്ര പേര് ചോദിച്ചു നോക്കൂ. പരാമർശങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ശ്രീ എം എ നിഷാദ് എന്താണ്? അല്ല, ഈ പറയുന്നതിന് അർത്ഥമില്ല ബൈജു നമ്മുടെ ഒരു സുഹൃത്താണ്. ബൈജു, ആരാണ് WCCയിലെ മെമ്പർമാരെ ഒതുക്കുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. ആഷിക കപൂരെയൊക്കെ ഇതിനകത്ത് വലിച്ചിടേണ്ട കാര്യമുണ്ടോ? എന്ത് ഒതുക്കിയെന്നാണ് പറയുന്നത്? WCCയിലെ മെമ്പർമാർ അവരെ വെച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് നിർമ്മാതാവിന് ലാഭമുണ്ടാകുമെന്ന് കരുതുന്ന നിർമ്മാതാക്കൾ ഉണ്ടെങ്കിൽ, അവരഭിനയിച്ച് അവരെ നായികമാരാക്കിയിട്ടുള്ള ചെയ്യുന്ന സിനിമകൾ വന്നാൽ ഇവിടെ കാണാൻ പ്രേക്ഷകരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആരെയും ഡിനൈ ചെയ്യുന്ന ഒരു ഇടമല്ല, ആണധികാരത്തിൻ്റെ ഹുങ്ക് കാണിക്കുന്ന ഇടമൊന്നുമല്ല മലയാള സിനിമ. അങ്ങനെ വിചാരിക്കില്ലേ ബൈജു? പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇതിനകത്ത് കൊണ്ട് വരുത്താതെ WCCയിലെ ആരെയാണ് ഒതുക്കപ്പെട്ടിരിക്കുന്നത്? മഞ്ജു വാര്യർ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. മഞ്ജു വാര്യർ ആയിരുന്നല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുന്നിൽ നിന്നത്. മഞ്ജുവിൻ്റെ പടങ്ങളല്ലേ ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ പോകുന്നു. മഞ്ജു നായികയാണ്. ആരെയാണ് ഒതുക്കപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ പാർവതിയുടെ കാര്യമാണ് പറഞ്ഞത്. പാർവതിയുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിൽ എത്രമാത്രം ഫ്ലിംസിയാണോ അല്ലയോ എന്നുള്ള പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. പാർവതി പൃഥ്വിരാജു അഭിനയിച്ച പടം വരുന്നു. ആരെയാണ് ഒതുക്കപ്പെട്ടിരിക്കുന്നത്? പെട്ടെന്ന് 30 സെക്കൻഡ്. നിഷാദ് നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. സത്യം മാത്രം നിഷാദിന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് ഞങ്ങൾ. നിഷാദ് ഒരു കാര്യം മനസ്സിലാക്കണം. നിഷാദെ, റീമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ തുടങ്ങിയ ആളുകളെ മൊത്തം എത്രയോ സിനിമകളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇല്ലാന്ന് നിഷാദിന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? നിഷാദെ കണ്ണടച്ചിട്ടാക്കരുത്. നിഷാദ് നല്ലൊരു സഖാവായതുകൊണ്ട് നിഷാദിനോടൊരു സ്നേഹം ഉണ്ടാകുന്നത് പറയാണ്. അതാ പറഞ്ഞത്. റീമ കല്ലിങ്കലിനെയും രമ്യ നമ്പീശിനെയും ഒക്കെ എത്ര സിനിമകളിൽ നിന്നോ പുറത്ത് നിർത്തി എന്നുള്ളത് സമീപകാലങ്ങളിൽ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും നിഷാദ്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ബൈജു, നിഷാദ് ക്ഷമിക്കുക, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. സമയമില്ല, അതുകൊണ്ടാണ്. നന്ദി ശ്രീമതി MR ജയഗീത, ശ്രീ റോയ് മാത്യു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേളയ്ക്ക് ശേഷം അകം പോകാം.